വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രയൽ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളേക്കും ഞാനാണ് കുക്ക് ചെയ്യാൻ പോണത്. ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് എൻ്റെ അമ്മയാണ് കുക്ക് ചെയ്യാൻ പോണത്. സോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഓൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് കുക്കിംഗ് വീഡിയോ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനാണ് കുക്ക് ചെയ്യാൻ പോണത്. എന്റെ പേര് ഷിമ അനീഷ്. ഇന്ന് നമ്മളൊരു കിടു മിക്സ്ചർ റെസിപ്പിയാണ് ഇന്ന് കുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മിക്സ്ചറിന് നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. കടലമാവ് എടുക്കുന്ന അതേ സെയിം അളവിലാണ് നമ്മൾ അരിപ്പൊടിയും എടുക്കുന്നത്. അരിപ്പൊടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, കപ്പലണ്ടി, പൊട്ടുകടല, വറ്റൽമുളക്, ഇതൊക്കെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളവും ഉപ്പും അത്യാവശ്യത്തിന്. അപ്പൊ നമുക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ കുഴച്ചെടുക്കാം. അതിലോട്ട് ഞാനൊരു നുള്ളു ഉപ്പ് ഇടുകയാണേ. ഒരു നുള്ളേ ഇടുന്നുള്ളൂ, കാരണം അവസാനം നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കാം. അതുകൊണ്ട് ഒരു നുള്ളേ ഇടുന്നുള്ളൂ. മുളക് പൊടിയൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളറിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു കുറച്ചേ ഇട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഞാനൊരു ലേശമേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം. ഇപ്പൊ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഒരു ചപ്പാത്തി മാവ് കുഴച്ച് വെക്കുന്ന ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സറിൽ ഇടാനുള്ള ബൂന്തി എങ്ങനെ തയ്യാറാക്കാനുള്ള ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ മാവ് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഈ കൺസിസ്റ്റൻസി വരുന്ന രൂപത്തിൽ നമ്മൾ വെള്ളവും ചേർത്ത് ഇതിന്റെ ബാറ്റർ റെഡിയാക്കി വെക്കാം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൂന്തി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കി തുടങ്ങാം. അതിലോട്ടായി നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലോട്ടായിട്ട് ആദ്യം തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് ഒരു പാനിൽ ഒഴിച്ചു വെക്കാം. അതിനുശേഷം ഞാൻ സേവനാഴിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഈ അടുപ്പത്ത് വെച്ച് എങ്ങനെ പിഴിയേണ്ടതെന്നുള്ളതും കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ എണ്ണ ചൂടായോ നോക്കാം. ഈ മാവിൽ നിന്ന് ഒരു ലേശം എടുത്തിട്ട് എണ്ണയിലോട്ടൊന്ന് ഇട്ട് വെക്കുക ചൂടായോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് പിഴിയുകയാണ്. ഇത് ഏകദേശം ആകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി നമുക്ക് ഇതിന്റെ 2 വശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തു മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യാനുള്ള ബൂന്തി റെഡിയാക്കാനുള്ളതും കൂടെ ശരിയാക്കാം. നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഹോൾസ് ഉള്ള ഒരു പാത്രമാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇഡലി തട്ട് മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ അത് എടുത്തത്. കണ്ണാപ്പി ഉള്ളവർക്ക് അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇത് ഒട്ടിച്ചേരാതിരിക്കാൻ നമുക്ക് ഇതുപോലെ പപ്പടക്കുത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും നല്ലതാണ്.
അങ്ങനെ നമ്മുടെ ബൂന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇതാ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഞാനതിനെ വറുത്ത് കോരി എടുക്കുകയാണേ. ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള കപ്പലണ്ടിയും കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും നമുക്ക് വീണ്ടും വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതിലോട്ടുള്ള കപ്പലണ്ടി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മിക്സറിലോട്ട് ചേർക്കാനുള്ള കപ്പലണ്ടി ഫ്രൈ ആയിരിക്കുകയാണ്. അത് നമ്മൾ വറുത്ത് കോരി വേറൊരു പാത്രത്തിലോട്ട് എടുക്കുകയാണ്. അടുത്തത് നമ്മൾ ഇതിലോട്ടുള്ള കറിവേപ്പില വറക്കാൻ പോവുകയാണ്. ഞാൻ 2-3 പച്ചമുളകും കൂടെ പൊട്ടിച്ചിടുകയാണ് അതിൽ. നമ്മുടെ കറിവേപ്പിലയും റെഡിയാണ്. ഇത് ഞാൻ വറുത്ത് കോരുകയാണ്. അവസാനമായി മിക്സറിലോട്ടുള്ള പൊട്ടുകടലയും കൂടെ ഞാൻ വറുത്തെടുക്കുകയാണ്. ഞാനിവിടെ എല്ലാം ഒരുപാട് എടുത്തു വെച്ചെന്നുള്ളൂ. കുറച്ച് അളവ് മാത്രമേ ഞാൻ എടുത്ത് വറക്കുന്നുള്ളൂ. അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നതേ ഉള്ളൂ. ഒന്ന് ബ്രൗൺ കളറായ കടല ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ അതിനെ വറുത്ത് കോരി എടുക്കുകയാണ്. കടല ഇട്ട അതേ പാത്രത്തിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ നമ്മൾ മിക്സ്ചറിന്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്കൊന്ന് ചേർക്കാം. ആദ്യം തന്നെ ഇതിനെ നമ്മൾ ചെറിയൊരു രൂപത്തിൽ പൊടിക്കുകയാണ്. ഞാനിതിനെല്ലാം കൂടെ ഇങ്ങനെ കൈകൊണ്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊട്ടുകടലയും കുറച്ച് ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ചെറുതായിട്ട് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വീണ്ടും നമ്മൾ പൊടിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇടുകയാണ്. എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. മുളക് പൊടി ഇടുകയാണേ. അതുപോലെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ചെറുതായിട്ട് ഒന്ന് കൂട്ടി മറിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ചൂടാറിയിട്ട് നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുള്ളൂ. ഉപ്പും മുളക് പൊടിയൊക്കെ അതിനകത്തേക്കൊന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ മിക്സർ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി അത് എടുത്ത് ടേസ്റ്റ് നോക്കാം.
ഇനി നമുക്ക് മിക്സർ ടേസ്റ്റ് ചെയ്യാനായിട്ട് മക്കളുടെ കയ്യിൽ കൊടുത്തു നോക്കാം. നമുക്ക് വാങ്ങിക്കുന്ന പോലത്തെ കിഡ് മിക്സ്ചർ ആയിട്ടുണ്ട്. മിക്സ്ചർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.